തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമായ ശിവസ്വരസ്താവുന്ന ഒരു പ്രാവശ്യം കൂടെ കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ അങ്ങ് ഒരുക്കുന്ന സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം കർത്താവെ. ഈ നാളുകൾ അത്രയും അങ്ങയുടെ കൃപയിൽ കർത്താവെ അടിയങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കർത്താവെ അടിയങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടായിരുന്നതിനെ നന്ദിയോട് സ്തോത്രം കർത്താവെ. സമയം ഞങ്ങളെ തന്നെ എൻ്റെ കരങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ശ്രേഷ്ഠ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ച കർത്താവെ, ഞങ്ങളുടെ കൃപകളുടെ നിറവിൽ തൻ്റെ ജനത്തെ നയിക്കാനോട് നടിയനോട് കൂടെ ഉണ്ടായിരിക്കുക കർത്താവ്. അടിയൻ്റെ ശബ്ദത്തോടുകൊണ്ട് വാക്കുകളോ വചന കണ്ടത്തോടുകൊണ്ട് പ്രയാസ പ്രതിസന്ധികളില്ലാതെ കർത്താവ് ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി കർത്താവെ അങ്ങയുടെ വചനം തൻ്റെ ജനത്തിൽ എത്തിക്കുവാനും കർത്താവ് ലളിതമായി എത്തിക്കുവാൻ കർത്താവ് വചനം ആഴമായി സ്പർശിക്കുവാൻ എൻ്റെ ജീവിതത്തെ കർത്താവെ ഒന്ന് എവിടെയാണ് ഞങ്ങളുടെ കുറവുകളൊന്ന് മനസ്സിലാക്കി അതൊക്കെ നികത്തിക്കൊണ്ട് കർത്താവ് അങ്ങയുടെ ബന്ധത്തിലേക്ക് പുതുക്കപ്പെട്ട അവസ്ഥയിൽ കടന്നു വരാൻ അവർ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ കൂടെ ഉണ്ടായിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വചനം ആഴമായി സ്പർശിക്കത്തക്കണം കർത്താവെ. ഞങ്ങളുടെ കാതുകളെ തുറക്കുകയും ഞങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുകയും കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് അത് സ്വീകരിക്കത്തക്കണം ഞങ്ങളെ സഹായിക്കുന്നത്. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരാൻ സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണം. യേശു ക്രിസ്തുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവിക കൃപകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പല കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ അത് ദൈവഹിതമെന്തോന്നോ അതോ ദൈവ ആലോചന പ്രകാരമാണോന്നോ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന കാലങ്ങളുമുണ്ട്. എങ്കിലും പല കാര്യങ്ങളിൽ ഇന്ന് ആത്മീയ മേഖലകളിൽ നമ്മൾ ദൈവത്തോടടുത്ത് പ്രവർത്തിക്കുവാൻ നാം വാഞ്ചിക്കുമ്പോൾ ആ പ്രവർത്തനം ഫലപ്രദമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലൊരു പാതയിലാണോ നടക്കുന്നതെന്ന് നാം ചിന്തിക്കാതെ ജീവിക്കുന്ന കാലയളവുമുണ്ട്. ദൈവം നമ്മളോട് വ്യക്തമായ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോൾ അതെങ്ങനെ ആയിരിക്കണമെന്നും അതിൻ്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി നമ്മെ അറിയിക്കുകയും ചെയ്തിട്ടും അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ കഴിഞ്ഞകാല നമ്മുടെ പരിചയസമ്പത്തനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം പ്രതിസന്ധികളിലേക്കാണ് നയിക്കാൻ പോകുന്നതെന്ന് നാം ചിന്തിക്കാറില്ല. ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപകളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മോട് കൽപ്പിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന വ്യക്തമായ ആലോചന അത് പൂർണ്ണമായി അനുസരിക്കുക എപ്പോഴും നാം ചെയ്യേണ്ട കാര്യമാണ്. അനുസരണമാണ് പലപ്പോഴും നമ്മെ ദൈവകൃപകളിൽ വളർത്തുവാൻ ഇടയാക്കുന്നതെന്ന് നാം മനസ്സിലാകാതെ പോകുന്നുണ്ട്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളും പ്രവൃത്തികളും എന്തൊക്കെ ആയാലും അത് ദൈവനാമ മഹത്വത്തിൻ്റെ പൂർണ്ണതയിലാകണമെങ്കിൽ അവിടെ ദൈവം നമ്മോട് കൽപ്പിക്കുന്ന പാതയിൽ നടക്കുവാൻ നാം അത് ഒരണവിട പോലും മാറാതെ പൂർണ്ണമായി അനുസരിക്കാൻ നാം പഠിക്കണം. നമ്മുടെ കാലയളവ് ജീവിത കാലയളവിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി പ്രയാസ പ്രതികൂല മേഖലകളിൽ നാം നമ്മുടേതായ രീതികളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തികൾക്കും ഒക്കെ കൈത്താങ്ങ് നൽകി നാം ജീവിച്ച കാലയളവ് കാണും. പക്ഷേ അവയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നാം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് നാം കടന്നു പോകുന്ന പ്രത്യേകിച്ചും ദൈവിക വേലകളിൽ പ്രവർത്തിക്കുന്നവരായി തീരുമ്പോൾ ആ ദൈവത്തിൻ്റെ ആലോചന പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപകളിൽ നിൽക്കുവാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. ദൈവം പലപ്പോഴും നമ്മളെ ഇത് പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ്. ഈ പ്രവർത്തന മേഖലയിൽ കടന്നു വന്നു കഴിയുമ്പോൾ ആ നിമിഷം മുതൽ എൻ്റേതെന്നുള്ളൊരു കാര്യമില്ല. നാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ദൈവമാണ് എന്നെ വഴി നടത്തുന്നതെന്നും ഞാൻ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട വ്യക്തിയായി കഴിയുമ്പോൾ എൻ്റെ മേൽ എനിക്ക് അധികാരമില്ല, എൻ്റെ മേൽ വെറും എൻ്റെ കർത്താവിനാണ് അധികാരമെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്രകാരം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രവർത്തിക്കുവാൻ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ ആ സമർപ്പണത്തിൽ കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നതെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഴയ നിയമത്തിൽ നാം മോശപിതാവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ജനനം മുതൽ ദൈവമാണ് മോശയെ ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യങ്ങളിലും വഴി നടത്തിയത്. ആദ്യം ഏകദേശം 40 വർഷം
രാജകീയമായ ജീവിതത്തിൽ, അതായത് അപ്രകാരം ഒരു നേതൃത്വം, ജനതകൾക്ക് നേതൃത്വം നൽകത്തക്കോണം ഉള്ളൊരു കാലയളവിൽ ആ പരിശീലനം നൽകുകയായിരുന്നു. അവിടെ വ്യത്യസ്തമായ സാഹചര്യമാണ്. കാരണം ഒരു രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതും എങ്ങനെയാണ് പെരുമാറേണ്ടതും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് ജീവിതത്തിൽ ആ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടുന്ന് മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ അടുത്ത 40 വർഷം മരുഭൂമി യാത്ര, അല്ലെങ്കിൽ മരുഭൂമിയിൽ ഒരു കൂട്ടത്തെ നയിക്കത്തക്കോണം ഉള്ള പരിശീലനം കൊടുക്കുകയായിരുന്നു. ദൈവം ഈ 2 പരിശീലനം കൊടുത്തു കഴിഞ്ഞ് തൻ്റെ വേലയ്ക്കായി വിളിച്ച് വേർതിരിച്ച് കഴിയുമ്പോൾ അവിടെ പലവിധ ഒഴിവുകൾ പറയുന്നുണ്ടെങ്കിലും അവസാനമായി അത് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ ഇസ്രായേൽ മക്കളെ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ വീഴ്ചകൾ വന്നുപോയിട്ടുണ്ട്. എങ്കിലും ആ അനേകമായ കാര്യങ്ങൾ ദൈവം അത് മറന്ന്, അല്ലെങ്കിൽ അവിടെ ഒന്നും വലിയ പ്രതികരിക്കാതെ ദൈവം പോയെങ്കിലും അവിടെ ആ യാത്രയിൽ ഏകദേശം അവസാന നാളുകളിൽ എത്തിയപ്പോഴത്തേക്കുമേ നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു 39-40 വർഷത്തിൻ്റെ ആ യാത്രയിൽ ആ അവസാന നാളുകളിൽ എത്തിയപ്പോൾ ഒരു കുറവ്, ദൈവം പറഞ്ഞ ഒരു അനുസരണക്കേടിൽ എന്നേക്കുമായി ദൈവം അവൻ്റെ മോശപിതാവിൻ്റെ മുമ്പിലുള്ള കനാൻ ആ യാത്രയിൽ അവിടെ നിശ്ചലമാക്കിയാണ്. അതായത് കനാൻ ദേശത്തേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല, വാഗ്ദത്ത ദേശത്തിൽ നീ പ്രവേശിക്കുവാൻ കഴിയുകയില്ലെന്ന് ആ വാതിലടയ്ക്കുന്ന അവസ്ഥ. ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് ആ പാതയിൽ നടക്കുമ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വാതിൽ പൂർണ്ണമായി അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എവിടെയാണെന്നൊന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് നൽകും എന്ന് സത്യം ചെയ്ത ദേശം ഇതാകുന്നു. ഞാൻ അത് നിന്നെ കാണിച്ചു. എന്നാൽ നീ അവിടേക്ക് പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അതായത് ജീവിതത്തിൻ്റെ അവസാന നാളിലേക്ക് എത്തിയിരിക്കുന്ന മോശയോട് യഹോവയായ ദൈവം പറയുന്നൊരു കാര്യമാണ്. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് പറഞ്ഞ ആ ദേശത്ത് നിനക്ക് കടക്കുവാൻ കഴിയുകയില്ല. നാം ഒന്നും ചിന്തിക്കുകയാണെങ്കിൽ ജനനം മുതൽ പ്രതിസന്ധികളിൽ കടന്നുപോയ പല പരിശീലനം നടത്തി ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായി ഒരുക്കി ദൈവജനത്തെ നയിക്കത്തക്കോണം ശ്രേഷ്ഠ കൃപകളും ദൈവം മുഖാമുഖമായി സംസാരിക്കുകയും ദൈവിക സാന്നിധ്യത്താൽ ജീവിച്ച ഒരു വ്യക്തിയാണ് മോശപിതാവ്. എന്നിട്ടും ഒരു കുറവ്, ഒരു വീഴ്ച ആ കനാൻ ദേശത്തിലേക്കുള്ള വാതിലടയ്ക്കുന്ന അവസ്ഥയായി മാറി. അതെവിടെയാണെന്ന് നാം ഒന്ന് നോക്കാം. സംഖ്യാപുസ്തകം 20-ന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിക്കുവാൻ കൊടുക്കണം. അവിടെ പറയുന്നത് എന്താ? സഭയെ വിളിച്ചുകൂട്ടി അവർ കാണെ പാറയോട് കൽപ്പിക്കുക. അവർ കാണെ അവർക്ക് വെള്ളം കൊടുക്കുവാൻ ഇടയാക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ മോശയും അഹരോനും ആദ്യ ഭാഗം സഭയെ വിളിച്ചുകൂട്ടി ജനത്തെ ഒക്കെ കൂട്ടിക്കൊണ്ടുവന്ന് ആ പാറയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അവിടെ അവര് ദൈവം പറയുന്ന കാര്യമാണോ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് നോക്കാം. അതിൻ്റെ സംഖ്യാപുസ്തകം 20-ന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ,
മോശയും അഹരോനും മോശയും അഹ്റോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി. പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി. മോശെ അവരോട് മത്സരികളെ കേൾക്കുവിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന് ചോദിച്ചു. ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിക്കണമോ എന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ നാം പലപ്പോഴും മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞുള്ള കാരണമാണ് യഹോവയായ ദൈവം അവിടെ വാതിൽ അടച്ചെന്നാണ്. എങ്കിലോ ഈ വാക്യത്തിൽ വ്യക്തമായ ഒരു കാര്യം നാം മനസ്സിലാക്കണം. അവിടെ പറയുന്നത് എന്താ? ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിക്കണമോ? ഞങ്ങൾ ആ നിമിഷം വരെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൽപ്പിച്ച കാര്യങ്ങൾ അപ്രകാരം അനുസരിച്ച് കടന്നു വന്ന മോശ പിതാവിൻ്റെ നാവിൽ നിന്ന് വന്നൊരു കാര്യമാണ്, ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിക്കണമോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയാണ് അവിടെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിന്ന്, ചിലപ്പോൾ നമ്മുടെ ഔദ്യോഗിക രംഗത്തായിരിക്കും, നമ്മുടെ ജീവിത സാഹചര്യത്തിലായിരിക്കും, അനാരോഗ്യത്തിൽ നിന്നായിരിക്കും, അവിടുന്ന് വിടുവിക്കുവാൻ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാവിൽ നിന്ന് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയാതെ നാം ഇത് പറയുകയാണെങ്കിൽ, എൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തി മൂലമാണ് ഇന്ന് എനിക്കിത് സാധ്യമായതെന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവിടെ ഇല്ലാതെ പോകുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിലുള്ള വാതിൽ അടയ്ക്കുവാൻ ഇടയാകും. എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് ആഴമായി സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എപ്പോഴും പറയുന്നത് പിതാവിനുള്ള മഹത്വം പിതാവിന് തന്നെ ആയിരിക്കണം. കർത്താവിൻ്റെ ജീവിതയാത്രയിലെ എല്ലാ പ്രവർത്തനത്തിലും നാം നോക്കുമ്പോൾ എൻ്റെ പിതാവിന് മഹത്വപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഞാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിതാവിനോടൊപ്പം തുല്യമായി ഒന്നിക്കപ്പെടുകയും സ്തുതിക്കുകയും പെടുന്ന പുത്രനായ കർത്താവ് അത് പറയുമ്പോൾ നാം എത്രമാത്രം അതിനെപ്പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മെ കൈവിടാതെ കരം പിടിച്ച് നടത്തുന്ന എൻ്റെ കർത്താവ് കൂടെയുള്ളപ്പോൾ ആ കർത്താവിന് മഹത്വം കൊടുക്കുന്നതിന് പകരം എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബ മഹാത്മ്യം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിൽ ഇന്ന് വാതിലടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നാം ഒന്ന് പിന്നോട്ട് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അത് ഇടയായത്? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ ദൈവം അവിടെ നമ്മുടെ വാതിലുകൾ അടയ്ക്കുവാൻ ഇടയാകും. ആ തുറന്ന വാതിൽ അടയ്ക്കുക മാത്രമല്ല, അതിൽ എന്നേക്കുമായി പ്രവേശിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത്. 20:11 ഇപ്രകാരമാണ് പറയുന്നത്, മോശ കൈ ഉയർത്തി വടികൊണ്ട് 2 പ്രാവശ്യം പാറയിൽ അടിച്ചു. വെള്ളം ധാരാളമായി പ്രവഹിച്ചു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. നാം ഇത് മോശ അപ്രകാരം ചെയ്യുവാനുള്ള കാര്യം നാം പുറപ്പാട് പുസ്തകം 17:6 വായിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ അവിടെ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറമേൽ നിൽക്കും. നീ പാറയിൽ അടിക്കണം. ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ മൂപ്പർ കാണുക അങ്ങനെ ചെയ്തു. അപ്പോൾ മോശയുടെ യഹോവയായ ദൈവം ഇതിനു മുൻപൊരിടത്ത് പാറമേൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചിന്ത വെച്ചായിരിക്കും അടിച്ചാലും വെള്ളം വരുമല്ലോ എന്നുള്ള ചിന്തയായിരുന്നായിരിക്കും മോശ ഇപ്രകാരം പ്രേരിപ്പിക്കുവാൻ ഇടയായത്. നാം എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. യഹോവയായ ദൈവത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ കർത്താവിൻ്റെ പാതയിൽ നടക്കുമ്പോൾ പ്രതിയോഗി എപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുവാൻ പഴയ ചില കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തി അത് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ നടന്നാലും കുഴപ്പമില്ലെന്ന് നമ്മെ ചിലപ്പോൾ വഴിതെറ്റിക്കുവാൻ ഇടയാകും. അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
അന്ന് പറഞ്ഞ ഇത് അവരുടെ മരുഭൂയാത്രയുടെ ആദ്യ നാളുകളിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഏകദേശം ഇപ്പോൾ പറയുന്നത് 39 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോഴുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതം അപ്രകാരമാണോ? നാം ഈ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ കാലയളവിൽ നമ്മോട് പറഞ്ഞ കാര്യവും അതിനൊത്തവണ്ണമാണ് ഇന്നും നാം ജീവിക്കുന്നെങ്കിൽ, ഇന്ന് ചിലപ്പോൾ കർത്താവ് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. കർത്താവിൻ്റെ പാതയിൽ നടക്കുമ്പോൾ, കർത്താവ് നമ്മളെ ആത്മീയമായി വളർത്തുമ്പോൾ, ആ വളർച്ചയ്ക്കൊത്തവണ്ണം വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയും നമ്മളോട് ബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ, അതായത് കഴിഞ്ഞ കാലത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ എന്നോട് കർത്താവ് പറഞ്ഞ വിധിയിലും എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ വീഴ്ചകൾ ആരംഭിക്കുന്നത്. മോശയോട് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, പാറയെ അടിക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? പാറയോട് കൽപ്പിക്കുക. അവിടെ 2 തെറ്റാണ് നടക്കുന്നത്. ഒന്ന്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം നൽകണമോ എന്നുള്ള ആദ്യ ചോദ്യം. രണ്ടാമത്, പാറമേൽ 2 പ്രാവശ്യം അടിക്കുന്ന അവസ്ഥ. നാം എപ്പോഴും മനസ്സിലാക്കണം, നമ്മെ വഴി നടത്തുന്ന, നമ്മോട് സംസാരിക്കുന്നത്, നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ നടക്കുന്ന കർത്താവ് നമ്മോടൊരു കാര്യം പറയുമ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കി അതിനൊത്തവണ്ണം അനുസരിച്ച് ജീവിക്കുവാൻ നാം പഠിക്കുകയാണെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുക മാത്രമല്ല, അതിൽ പ്രവേശിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണമുള്ള ജീവിത സാഹചര്യത്തിലേക്ക് ദൈവം വഴി നടത്തുവാൻ ഇടയാകും. ഇവിടെ എന്താണ് നടക്കുന്നത്? സംഖ്യാപുസ്തകം 20:12 ഇപ്രകാരമാണ് പറയുന്നത്. പിന്നെ യഹോവ മോശയോടും അഹരോനോടും നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്ത ദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുകയില്ല എന്നരുളി ചെയ്യുന്നു. 40 വർഷം മരുഭൂമി യാത്രയിൽ തൻ്റെ ജനത്തെ നയിക്കത്തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു മോശയും അഹ്റോനും. എങ്കിലോ ഇവിടെ എന്താണ് നടക്കുന്നത്? അവരോട് പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാതെ പാകപ്പിഴ വന്നപ്പോൾ അവിടെ യഹോവയായ ദൈവം എന്നേക്കുമായി ആ പാത അവർക്ക് അടക്കുകയാണ് അവസ്ഥ. പിൻഗാമിയായിട്ട് യഹോവയായ ദൈവം ഉടനെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നാം നോക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മെ വിളിച്ചു വേർതിരിച്ച് ദൈവത്തിൻ്റെ സഭകളിലും ശുശ്രൂഷകളിലും ആക്കി വച്ചിരിക്കുമ്പോൾ അത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് മാത്രം സംബന്ധിക്കുന്ന അവസ്ഥയാണോ, അതോ വിളിക്ക് യോഗ്യവണ്ണം നാം കർത്താവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥയാണോ? അങ്ങനെയില്ലെങ്കിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. സംഖ്യാപുസ്തകം 20:24 തിരിച്ച് ഒന്നുകൂടെ കർത്താവ് അവരോടൊരു കാര്യം പറയുന്നുണ്ട്. അഹരോൻ തന്റെ ജനത്തോട് ചേരും. തൻ്റെ ജനത്തോട് ചേരും. മെരീബ ജലത്തിങ്കൽ നിങ്ങൾ എന്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ജലത്തിലെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവർ കടക്കുകയില്ല. എടുത്ത് പറയുന്ന അവസ്ഥ. എന്തുകൊണ്ട്? ഒരു തെറ്റ് അവിടെ. ആ തെറ്റെന്ന് പറയുമ്പോൾ ദൈവം തന്നെ പറയും, എനിക്ക് നൽകേണ്ട മഹത്വം നിങ്ങൾ എനിക്ക് നൽകാതെ സ്വയം ഏറ്റെടുക്കുന്ന അവസ്ഥ. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. അത് ആഗ്രഹിക്കുന്നത് കാരണം തൻ്റെ ജനം തന്നിലേക്ക് മടങ്ങി വന്ന് അവരുടെ ജീവിതയാത്രയിലെ പ്രയാസ, പ്രതിസന്ധി, വേദനകളുടെ താഴ്വരയിൽ അവരെ വിടുവിക്കത്തക്കോണം ശക്തനായ ഒരു കർത്താവുണ്ടെന്നും
അവരെ വിടുവിക്കത്തക്കോണം അവരുടെ ജീവിതയാത്രയിൽ ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും അവരെ വഴി നടത്തത്തക്കോണം ആ കർത്താവ് കരം പിടിച്ച് നടത്തുന്ന കർത്താവ് ഉണ്ടെന്ന് അവര് ബോധ്യത്തോടെ ജീവിക്കുവാനാണ് എപ്പോഴും കർത്താവിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന് പറയുന്നത്. ആ മഹത്വം കൊടുക്കുവാൻ കഴിയാതെ ജീവിക്കുമ്പോഴാണ് നാം പലപ്പോഴും ജീവിതയാത്രയിൽ പട്ടുപോകുന്നത്, വഴിതെറ്റിപ്പോകുന്നത്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന പാതയിൽ നടക്കുമ്പോൾ ആ പാത എത്ര കഠിനമേറിയമായാലും എത്ര പ്രതിസന്ധി നിറഞ്ഞതായാലും നാം ഒരു കാര്യം മനസ്സിലാക്കണം. എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ വേലയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ പാതയുടെ ലക്ഷ്യത്തിൽ എത്തുവാൻ ഇടയാക്കുക മാത്രമല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കോണം നമ്മളെ ദൈവം ഉയർത്തുവാൻ ഇടയാകും. അതിനു പകരം നാം നമ്മുടേതായ വ്യക്തി സ്വാതന്ത്ര്യത്തിനൊത്തവണ്ണം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, നാം ഒരിക്കലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നൊരു ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. ആവർത്തന പുസ്തകം 3:27 മോശ യഥാർത്ഥത്തിൽ ദൈവത്തോട് അതിനു മുമ്പൊന്ന് യാചിക്കുന്നുണ്ട്. ആ യാചനയുടെ അതിൻ്റെ പ്രതികരണമാണ് ഇവിടെ നാം വായിക്കുവാൻ പോകുന്നത്. പിസ്ഗയുടെ മുകളിൽ കയറി ദൃഷ്ടികൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കുകയില്ല. മോശ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും വന്നല്ലോ, എനിക്കൊരു അവസരം തരാൻ പറയുമ്പോൾ ദൈവം പറയുന്നത്, ആ പിസ്ഗയുടെ മുകളിൽ കയറി നീ ദൃഷ്ടങ്ങൾ ഇതെല്ലാം കണ്ടോ, ഞാൻ നിന്നെ കാണിക്കുന്നുണ്ട്, പക്ഷെ നീ യോർദാൻ കടന്ന് അവിടെ എത്തുകയില്ല. ഇന്ന് നാം യോർദാൻ്റെ ഇക്കരെ നിൽക്കുന്നുണ്ടെങ്കിൽ, നാളുകളായി വർഷങ്ങളായി ദിവസങ്ങളായി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ യോർദാൻ കടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കണം. എവിടെയാണ് ദൈവം നമ്മോട് പറഞ്ഞ കാര്യങ്ങൾക്കൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയാതെ പോയത്? എവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണക്കേട് നമ്മുടെ പ്രവർത്തികളിലോ വാക്കുകളിലോ വന്ന് അത് തടസ്സമായിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. ആവർത്തന പുസ്തകം 32:52 നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവം പറഞ്ഞൊന്ന് നമുക്ക് ചിന്തിക്കാം. നീ ദേശത്തെ നിന്റെ മുമ്പിൽ കാണും. എന്നാൽ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ പ്രവേശിക്കുകയില്ല. ദൈവത്തിന് എത്രമാത്രം വേദന ഉണ്ടായിരിക്കാം. എടുത്തെടുത്ത് പറയുന്ന അവസ്ഥ, നീ പ്രവേശിക്കത്തില്ല. എന്തുകൊണ്ട്? ഒരൊറ്റ കുറവ്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം സ്വയം ഏറ്റുവാങ്ങിയ അവസ്ഥയായിപ്പോയി. അവിടെ ദൈവമാണ് വെള്ളം കൊടുത്തത്, പക്ഷേ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം നൽകുന്നു, ആ പാറമേലടുക്കി. ഇത് രണ്ടും പറയാത്ത കാര്യമാണ്. ദൈവം അവരോട് പറഞ്ഞ് ആ പാറയുടെ അടുത്ത് നിന്ന് കൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മളോട് ദൈവം പറയുന്ന അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണോ, ആ പൂർണ്ണമായ അതനുസരിച്ചിട്ടാണോ ജീവിക്കുന്നതെന്നൊന്ന് നോക്കണം. ഏറ്റവും അവസാനമായി 1 കൊരിന്ത്യർ 10:3-5 വരെ വായിക്കുമ്പോൾ, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം ഭക്ഷിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്ന് അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, കർത്താവ് പറയുന്ന പല കാര്യങ്ങൾ നാം ഇന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ പറയുമ്പോൾ അവരുടെ ജീവിതയാത്രയിൽ മന്നായും കാടപ്പക്ഷിയും നൽകുകയും അവർക്ക് വേണ്ടിയ സമയത്ത് പാറയിൽ നിന്ന് ജലം നൽകുകയും അവർക്ക് വേണ്ടിയതെല്ലാം, നാം ഒരു 40 വർഷമാണ് ആ മരുഭൂയാത്രയിൽ അവർ യാത്ര ചെയ്തത്. പക്ഷെ അനുസരണക്കേട് കാരണം ആ യാത്ര ആരംഭിച്ച അനേകർക്ക്
ആ കനാൻ ദേശത്ത് എത്തുവാൻ കഴിഞ്ഞില്ല. നാം നിത്യതയിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒരു ജീവിതത്തെയാണോ നാം നയിക്കുന്നത്, അതോ യഥാർത്ഥമായ കർത്താവിൻ്റെ വിളി കേട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതമാണോ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിലുള്ളൊരു ജീവിതമാണോ നാം നയിക്കുന്നത്? നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തലകളെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദിവാത്സല്യമേ സ്വർഗസ്നാഥ, അടിയങ്ങൾക്ക് കർത്താവ് നിൻ്റെ സരയിൽ അല്പസമയം ധ്യാനിക്കുവാൻ തന്ന ഈ സാവകാശത്തിനായ നന്ദിയോട് സ്തോത്രം. ഇന്ന് ഞങ്ങളുടെ അവസ്ഥ എന്തെന്ന് ചിന്തിപ്പാൻ, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം ജീവിക്കുന്ന ഒരവസ്ഥയാണോ, അതോ യഥാർത്ഥമായി അങ്ങയുടെ ആത്മാവിൽ ബലപ്പെട്ട് അങ്ങയുടെ ആലോചനകൾ മനസ്സിലാക്കി അങ്ങ് ഞങ്ങളെ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങളെ ഈ സാഹചര്യങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഒരു ജീവിതമാണോ എന്ന് ചിന്തിക്കുവാൻ തന്ന സാവകാശത്തിനായ സ്തോത്രം. അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്കറിയുന്ന കർത്താവേ, പ്രത്യേകിച്ചും അന്ത്യകാല കാലയളവിൽ കടന്നു വരുമ്പോൾ കർത്താവേ, അനേകമായ വിരുദ്ധമായ സുവിശേഷങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ ഇടയാകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥ സുവിശേഷം മനസ്സിലാക്കി ഞങ്ങളെ തന്നെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവിതത്തിലേക്കുള്ള പാതയിൽ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് കർത്താവെ, നിൻ്റെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങളെ സമർപ്പിക്കുക കർത്താവെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആഴമായി സ്പർശിക്കുകയും നിൻ്റെ കൃപയിൽ ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.